ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമിക ആരാണെന്നും അനാമികയുടെ പിന്നിലെ ചതി എന്താണെന്നും ദേവയാനി തിരിച്ചറിയുന്ന ഒരു അടിപൊളി കിഡിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ദേവയാനി കുളിയൊക്കെ കഴിഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അതേസമയം തന്നെ ദേവയാനിയുടെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് കേൾക്കുന്നതും ദേവയാനി ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്, ഇത് ആരാ ഇപ്പൊ വിളിക്കുന്നത്? അതും പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നതും ഒരു അൺനോൺ നമ്പറാണ് കാണുന്നത്. ഇതൊരു അൺനോൺ നമ്പർ ആണല്ലോ, ഇത് എടുക്കണോ? ചിലപ്പോൾ ഏതെങ്കിലും അത്യാവശ്യക്കാരാണെങ്കിലോ വിളിക്കുന്നത്. അങ്ങനെയും ചിന്തിച്ചുകൊണ്ട് ദേവയാനി ഫോൺ അറ്റൻഡ് ചെയ്യണം കേട്ടോ. ദേവയാനി കോൾ അറ്റൻഡ് ചെയ്യുന്നതും ഹലോ ദേവയാനി, എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നതും ദേവയാനിക്ക് ആരാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എങ്കിലും മറുതലക്കിൽ നിന്നുള്ള ആ സൗണ്ട് കേട്ടുകൊണ്ട് ഇതിപ്പോ ആരായിരിക്കും, എവിടെയോ കേട്ടുമറന്ന ഒരു ശബ്ദമാണ്, ആരാണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നുമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ദേവയാനി. ഉടനെ അവിടെ നിന്നും ചോദിക്കുന്നുണ്ട്, ഹലോ ദേവയാനി, എന്നെ മനസ്സിലായോ? ദേവയാനി പറയുന്നുണ്ട് കേട്ടോ, സോറി, എനിക്ക് ആരാണെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ ഈ ശബ്ദം നല്ല കേട്ടുകേൾവിയുണ്ട്. ഇത് കേൾക്കുന്നതും അവര് പറയുന്നുണ്ട്, ദേവയാനി നീയൊക്കെ എവിടത്തെ ഫ്രണ്ടാണടി? ഞാനേ സിത്താരയാണ്. എന്തായാലും നീ ഞങ്ങളെയൊക്കെ മറന്നാലും ഞങ്ങൾ നിന്നെ മറക്കാൻ പോകുന്നില്ല കേട്ടോ എന്നിങ്ങനെ സിത്താര എന്ന ആ കൂട്ടുകാരി ദേവയാനിയോട് പറയാണ്. സിത്താരയാണെന്ന് മനസ്സിലാവുന്നതും, അയ്യോ സിത്താരെ, മറന്നു എന്ന് മാത്രം നീ പറയരുത് എന്നോട്. അല്ല, നിന്റെ നമ്പർ എന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, ഇതിപ്പോ ഏതാ വേറൊരു നമ്പർ എന്ന് ദേവയാനി തിരക്കുന്നതും, ഓ അതൊന്നും പറയണ്ടടി ദേവയാനി, എന്റെ ഫോണേ മിസ്സായി പോയി. ആ ഫോൺ പിന്നെ സമയം എടുത്തിട്ടാ കിട്ടിയത്. അതുവരെ ഉപയോഗിക്കാൻ ഒരു ഫോൺ വേണ്ടേ, അതുകൊണ്ട് ഞാൻ വേറൊരു ഫോൺ മേടിച്ചു, പുതിയൊരു നമ്പറും എടുത്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇപ്പൊ എവിടെയാ? ലണ്ടനിൽ തന്നെ അല്ലേ? നിനക്ക് സുഖമല്ലേ എന്നൊക്കെ തിരക്കുമ്പോ എനിക്ക് പരമസുഖമെന്ന് പറയുന്നുണ്ട് സിത്താര. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോ വിളിച്ചത് എന്തിനാണെന്നറിയോ? അത് പിന്നെ ഒരു വിശേഷമുണ്ട്. എന്റെ മകന്റെ കല്യാണമേ നെക്സ്റ്റ് മന്താണ്. കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു തീരുമാനിച്ചത്. നിന്നോട് ഇതുവരെ പറയാൻ പറ്റിയില്ല. എന്തായാലും ഇപ്പൊ വിളിച്ചത് നിന്നോട് ഇക്കാര്യം പറയാനും കൂടെയാ. നീ കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പെങ്കിലും എത്തണമെന്ന് സിതാര പറയുന്നുണ്ട്. പിന്നെ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, അനന്തപുരിയിൽ വലിയ തിരക്കുള്ള ആളല്ലേ നീ. ഉടനെ ദേവയാനി തിരിച്ചു പറയുന്നുണ്ട്, സിതാരെ, നിന്റെ മകന്റെ കല്യാണം എന്ന് പറയുന്നത് അതെനിക്ക് എന്റെ മകന്റെ കല്യാണം പോലെ തന്നെയല്ലേടി. അതുകൊണ്ട് ഞാൻ എന്തായാലും നേരത്തെ കാലത്തെ അങ്ങോട്ട് എത്തും. എത്തിയാൽ മതി. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ വരുന്നുണ്ട് ഒരു ദിവസം. അന്ന് ആദർശിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എടിപിടിയെന്നായിരുന്നല്ലോ ലണ്ടനിലേക്കുള്ള തിരിച്ചുപോക്ക്. അതുകൊണ്ട് ആദർശ് മോന്റെ വൈഫിനെ ശരിക്കൊന്ന് കാണാൻ പറ്റിയില്ല എനിക്ക്. സോ എല്ലാവരെയും കാണാൻ ഞാൻ അനന്തപുരിയിലേക്ക് എന്തായാലും ഒരു ദിവസം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ സിതാര. നയനയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനിയുടെ മുഖമൊക്കെ അങ്ങ് വാടുന്നുണ്ട്. ദേവയാനി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ സിതാര ചോദിക്കുന്നുണ്ട്, എന്താടി നീ ഒന്നും മിണ്ടാത്തതെന്ന്. ഏയ് ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട് ദേവയാനിയും. പക്ഷെ സിതാര ചോദിക്കും, അതെന്താ ദേവയാനി, നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഒന്നുമില്ലെന്നൊക്കെ ദേവയാനി പറയുന്നുണ്ടെങ്കിലും സിത്താരയ്ക്ക് അത് വിശ്വാസമാകുന്നില്ല. ഒന്നുമില്ലെങ്കിലും കുഞ്ഞുനാൾ മുതലേ ഞാൻ നിന്നെ കാണുന്നതല്ലേ ദേവയാനി. നിന്റെ ഈ മൗനം കണ്ടാല് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന്. ഇനിയിപ്പോ നിനക്ക് താല്പര്യമില്ലെങ്കിൽ എന്നോട് പറയണ്ട. പിന്നെ നിങ്ങളെല്ലാവരും അവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ഞാൻ ഇന്ന് തന്നെ അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട്. അവിടുത്തെ അച്ഛനെയും അമ്മയും ഒക്കെ കണ്ടിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെയും എനിക്ക് കല്യാണത്തിന് ക്ഷണിക്കണം. മൂർത്തി സാറിനെ എന്തായാലും നേരിട്ട് തന്നെ പോയി വിളിക്കണമെന്ന് എന്റെ ഹസ്ബൻഡ് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് വരുവാണെന്ന് പറയാണ് കേട്ടോ സിതാര. അങ്ങനെ ആയിക്കോട്ടെ എന്ന് ദേവയാനിയും സമ്മതിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരുന്ന കാര്യം തൽക്കാലം നീ ആരോടും പറയണ്ട, ഒരു സർപ്രൈസ് കൊടുക്കാമല്ലോ. അങ്ങനെയും കൂടെ പറഞ്ഞിട്ടാണ് സിതാര കോൾ കട്ട് ചെയ്യുന്നത്. അപ്പൊ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, ഇതിന്റെ പിന്നിൽ ഒരു ഉഗ്രൻ ട്വിസ്റ്റ് ഉണ്ട്. ഈ വരാൻ പോകുന്ന സിതാര എന്നുള്ള ദേവയാനിയുടെ ഫ്രണ്ട് വേറെ ആരുമല്ല, അനാമികയെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടെയാണ്. അങ്ങനെ ദേവയാനിയും സിതാരയും സംസാരിച്ചതിന് ശേഷം ദേവയാനി അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ജയൻ മുറിയിലോട്ട് കയറി വരുന്നത്. ദേവയാനിയുടെ മുഖത്തൊരു തെളിച്ചമില്ലാത്തത് കണ്ട് ജയൻ കാരണം ചോദിക്കുന്നുണ്ട്. അപ്പൊ ദേവയാനി പറയും, അത് പിന്നെ എന്റെ ഫ്രണ്ട് സിതാര എന്നെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏത് സിതാര എന്ന് ജയൻ ചോദിക്കുമ്പോ, അത് പിന്നെ ജയേട്ടാ എന്റെ ലണ്ടനിലുള്ള ഫ്രണ്ടില്ലേ സിതാര മോഹൻ, അഡ്വക്കേറ്റ് മോഹന്റെ വൈഫ്. ഓ സിതാര, അതെ ജയേട്ടാ, ഇന്നലെ വന്നതേ ഉള്ളൂ അവള് നാട്ടിലേക്ക്. ദേ എന്നെ ഇപ്പൊ വിളിച്ച് സംസാരിച്ചതേ ഉള്ളൂ. അവളുടെ മകനില്ലേ അർജുൻ, അവന്റെ കല്യാണമാണത്രേ. നമ്മളോട് നേരത്തെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്ന ജയനാണെങ്കില്, ആഹാ, എന്നിട്ട് ആ സിത്താര എന്ത് പണിയാ കാണിച്ചത്? ഫോണിലൂടെയാണോ വിളിച്ചു പറയേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നതും, അയ്യോ അത് പിന്നെ അവൾ എന്നോട് മാത്രമായിട്ട് വിളിച്ചു പറഞ്ഞതാ, അവളിപ്പോ ഇങ്ങോട്ട് വരുന്നുണ്ട് പോലും. ജയനും അത് കേൾക്കുമ്പോ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഓ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലേ? ഓ അങ്ങനെയാണെങ്കിൽ സിത്താരയ്ക്ക് ഒരു വിരുന്നൊക്കെ കൊടുക്കണ്ടേ ദേവയാനി? അത് തന്നെ, ഞാനേ നയനയോട് ചെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ പറയട്ടെ. ജയേട്ടൻ അറിയാലോ, സിത്താര ഒരു ഭക്ഷണപ്രേമിയാണ്. അതുകൊണ്ട് രുചിയുള്ള ഭക്ഷണം അവളുടെ നാവിന് പിടിച്ചാൽ അത് പിന്നെ അവള് വാനോളം പുകഴ്ത്തും എന്നൊക്കെ ദേവയാനി പറയുന്നത് കേട്ട്, അങ്ങനെ ആ ഒരു കാര്യത്തിലെങ്കിലും താൻ തന്റെ മരുമകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് തിരിച്ചു പറയുന്നുണ്ട് ജയൻ. ഇത് കേൾക്കുമ്പോ ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ജയേട്ടാ,
ഞാൻ അവള് വലിയ കൊമ്പത്തെ പാചകക്കാരിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. തൽക്കാലം സിത്താരയ്ക്ക് വന്നാൽ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ അവളോട് പറയുന്നു. അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ദേവയാനി. ആ മതി മതി, നീ ഇപ്പോ പറഞ്ഞ പണി തന്നെ അങ്ങ് ചെയ്തോ, ചെല്ലെന്നും പറഞ്ഞ് ജയൻ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിത്താരയുടെ എൻട്രി ആണ് കേട്ടോ. നല്ല സെറ്റ് കാറിലൊക്കെയാണ് സിത്താര വന്ന് ഇറങ്ങുന്നത്. സിത്താരയുടെ കാറിന്റെ ഹോണടി ദേവയാനി കേൾക്കുന്നതും സിത്താര വന്നെന്നാ തോന്നുന്നതെന്നും പറഞ്ഞ് ദേവയാനി സിത്താരയെ വരവേൽക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. സിത്താരയാണെങ്കിൽ മാസമായിട്ടുള്ള ഒരു എൻട്രി ഒക്കെ കൊടുത്തിട്ടാണ് കാറിൽ നിന്നും ഇറങ്ങി വരുന്നത്. അങ്ങനെ അനന്തപുരിയിലേക്ക് സിത്താര കയറി വരുന്നതും എല്ലാവരും സിത്താരയെ തന്നെ നോക്കി അന്തം വിട്ട് നിൽക്കുവാണ്. ദേവയാനിക്കും ജയനും മാത്രമല്ലേ സിത്താര വരുന്നുള്ളൂ എന്നുള്ള കാര്യം അറിയൂ. അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇത് ആരാണെന്നുള്ള രീതിയിൽ സിത്താരയെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നുണ്ട്. അനാമികയ്ക്കാണെങ്കിൽ സിത്താരയെ കാണുന്നതും ഒട്ടും പിടിക്കുന്നില്ല. ഇതേതാപ്പോ ഇപ്പൊ ഒരു പുതിയ അവതാരം എന്നൊക്കെ പുച്ഛത്തോടെ പറയുന്നുണ്ട്. ദേവയാനിയെ കണ്ട പാടെ തന്നെ സിത്താര സ്നേഹപൂർവ്വം കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനിയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദേവയാനി, നിന്റെ ഈ സൗന്ദര്യത്തിന് ഒരു കുറവും ഇല്ല കേട്ടോ. നീ കേറി വന്നപ്പോ തന്നെ എന്റെ സൗന്ദര്യത്തിനെ കണ്ണിടുവാണോടി എന്ന് ദേവയാനി അത് കേട്ട് പറയുമ്പോ, അയ്യോ ഞാൻ കണ്ണിട്ടൊന്നുമല്ല, എപ്പോഴും നീ സുന്ദരി തന്നെയല്ലേ, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ജലജയെ കാണുന്നതും ജലജയോടും സുഖവിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിന്റെ പണ്ടത്തെ ആ കുശുമ്പ് സ്വഭാവമൊക്കെ മാറിയോന്ന് ജലജയോട് ചോദിക്കുമ്പോ ജലജയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനി വിളിക്കുമ്പോ പറയാറുണ്ട് നിന്റെ ചില ഒപ്പിക്കലുകളെ പറ്റിയൊക്കെ. അങ്ങനെ സിത്താര പറയുന്നത് കേട്ട് ജലജ മനസ്സിൽ പറയുന്നുണ്ട്, കിട്ടുന്ന സമയമൊക്കെ എന്നെ കുറ്റം പറയലാണ് ഇവൾക്ക് പണിയെന്ന്. ഇവൾക്കിത് എന്തിന്റെ കേടാണോ? പിന്നീട് സിത്താരയാണെങ്കിൽ ശ്രദ്ധിക്കുന്നത് അനാമികയാണ്. അനാമികയെ കാണുമ്പോൾ തന്നെ സിത്താരയ്ക്ക് അനാമികയെ എവിടെയോ കണ്ടുമറന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അനാമികയെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ സിത്താരയ്ക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാനും പറ്റുന്നില്ല. എന്നിട്ട് സിത്താര ദേവയാനിയോടായിട്ട്, അല്ല ദേവയാനി, ഇത് നിന്റെ മരുമകളാണോ എന്നിങ്ങനെ ചോദിക്കുന്നു. ദേവയാനി ഒന്ന് ഞെട്ടുന്നുണ്ട്. എങ്കിലും സിത്താര ആ ചോദിച്ചത് ദേവയാനിക്ക് അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇത് തന്റെ മരുമകളാണെന്നുള്ള രീതിയിൽ അതേന്ന് തന്നെ മറുപടി കൊടുക്കുന്നു. പക്ഷെ ദേവയാനി അങ്ങനെ മറുപടി കൊടുത്തത് ജാനകിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ജാനകി പറയുന്നുണ്ട് കേട്ടോ, ഇത് അനിയുടെ വൈഫാണ്, ആദർശിന്റെ വൈഫ് ഇതല്ല എന്ന്. അപ്പൊ സിത്താര പറയും, ഞാൻ ആദർശിന്റെ വൈഫാണോ എന്നാണ് ചോദിച്ചത്. അനാമിക ആ സമയം മനസ്സിൽ പറയുന്നുണ്ട്, ഈ തള്ളയ്ക്കപ്പം നമ്മളെ ഒന്നും പറ്റില്ലേ എന്നിങ്ങനെ. എന്തായാലും ദേവയാനിക്ക് ഇതെല്ലാം കൊണ്ടും വല്ലാതെ ഫീൽ ആവുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട് ആദർശിന്റെ വൈഫ് അകത്തുണ്ടെന്ന്. എങ്കിൽ പിന്നെ നമുക്ക് അകത്തോട്ട് പോകാമെന്ന് പറഞ്ഞ് സിത്താര അങ്ങനെ അകത്തേക്ക് കയറിയതും നയനയാണെങ്കിൽ വെള്ളവുമായിട്ട് സിത്താരയുടെ മുമ്പിലേക്ക് വരുന്നു. നയനയെ കാണുന്നതും സിത്താരയ്ക്ക് വല്ലാത്ത ഇഷ്ടം തോന്നുകയാണ്. നയനയുടെ പുറകെ നവ്യയും കൂടെ കാണുമ്പോൾ സിത്താര വിചാരിക്കുന്നത് നവ്യയാണ് ദേവയാനിയുടെ മരുമകൾ എന്നാണ്. പക്ഷെ ജലജ നയനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കും, ഇതാണ് ഏട്ടത്തിയുടെ മരുമകളെന്ന്. അതെയോ, സോറി, അപ്പോ കുട്ടിയാണല്ലേ ആദർശിന്റെ ഭാര്യ? അങ്ങനെ നയനയോട് ചോദിക്കുമ്പോ അതേന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നയന. അതിനുശേഷം ദേവയാനിയോടായിട്ട്, എന്താ ദേവയാനി ഇത്, ആദർശിന്റെ ഭാര്യ എന്റെ മുമ്പിൽ വന്നപ്പോഴേ ഞാൻ വെറും ഒരു സെർവന്റ് ആണെന്നാ കരുതിയത്. ഇതൊക്കെ കേൾക്കുമ്പോ അനാമികയ്ക്ക് സന്തോഷാവുന്നുണ്ട്. അനാമിക ഉടനെ തന്നെ പറയുന്നുണ്ട്, അത് പിന്നെ സെർവന്റിനെ കണ്ടാൽ സെർവന്റ് ആണെന്ന് തന്നെയല്ലേ തോന്നുള്ളൂ എന്ന്. പക്ഷെ അനാമികയുടെ ആ മറുപടി സിത്താരയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അനാമികയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ തുറച്ചു നോക്കുകയാണ് കേട്ടോ സിത്താര. അനാമികയാണെങ്കിൽ ആ നോട്ടം കൊണ്ട് തന്നെ ആകെ ചമ്മി പോകുന്നുണ്ട്. എന്തായാലും അനാമികയുടെ ഈ ഒരു അഹങ്കാരഭാവവും സംസാരവും ഒക്കെയും കൊണ്ടും സിത്താരയ്ക്ക് ചില ഡൗട്ടുകളൊക്കെ തോന്നുകയാണ് അനാമികയെ പറ്റി. അങ്ങനെ കുറച്ചൊന്ന് ആലോചിക്കുമ്പോഴത്തേക്കും അനാമികയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സിത്താരയ്ക്ക് ഓർമ്മ വരികയാണ്. വേറൊന്നുമല്ല, സിത്താരയും സിത്താരയുടെ വീട്ടുകാരും ഒക്കെ ലണ്ടനിൽ സെറ്റിൽഡ് ആയിരുന്ന കാലത്ത് വേണുവിനും ഫാമിലിക്കും ഇവരുടെ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, വാടകയ്ക്ക് താമസിക്കാനായിട്ട്. എന്നാൽ വേണു എന്ത് ചെയ്തു, ആ വീട് വേറൊരാൾക്ക് റെന്റിന് കൊടുക്കുകയും കുറെ ക്യാഷ് അങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ സിത്താരയ്ക്ക് കൊടുക്കാനുള്ള ക്യാഷുകളൊക്കെ വേണു കൊടുക്കാതിരിക്കുകയും അതേ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സിത്താര ആ സമയം ഓർത്തെടുത്തുകൊണ്ട് അപ്പോ ഇവളാണ് ഇവിടുത്തെ ഇളയ മരുമകളല്ലേ, എന്നാലും ഇങ്ങനെ ഒരു ചതി ഇവർക്ക് എങ്ങനെ പറ്റി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദേവയാനി സിത്താരയുടെ ആ ചിന്തിച്ചുകൊണ്ടുള്ള നിൽപ്പ് കാണുമ്പോൾ, എന്തു പറ്റി സിത്താരെ, നീ എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, സോറി ദേവയാനി, ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു പോയി. ശേഷം നയനയോടായിട്ടും സോറി പറയുന്നുണ്ട്. നിന്റെ അമ്മായിയമ്മ ഇവിടെ അടുത്ത് നിൽപ്പുണ്ടായിട്ടും നിന്നെ മരുമകളെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാലല്ലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. സോറി മോളെ എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും സാരമില്ല ആന്റി എന്ന് പറയുന്നുണ്ട് നയന. പിന്നീട് സിത്താര പറയുന്നുണ്ട് കേട്ടോ, ഞാൻ വന്നത് എന്റെ മകന്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാ, ഇന്നൊരു ദിവസം ഞാൻ ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ നയനയോട് പറയുന്നതും ദേവയാനിക്ക് അത് കണ്ട് ദേഷ്യം വരുന്നുണ്ട്. നീയേ ഇവളോട് ഇങ്ങനെ സംസാരിച്ചു നിൽക്കാതെ നീ പോയി ഫ്രഷ് ആവാൻ നോക്ക് സിത്താരെ എന്ന് പറയുന്നുണ്ട് ദേവയാനി. പക്ഷേ സിത്താരയ്ക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്. ദേവയാനിയുടെ സ്വഭാവം കുറെയൊക്കെ സിത്താരയ്ക്ക് അറിയാം. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ദേവയാനിയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് സിത്താര. എന്നിട്ട് നയനയെ പറ്റിയാണ് കേട്ടോ സംസാരിക്കുന്നത്. എനിക്ക് കഥകളൊക്കെ അറിയാം, സത്യം പറയാലോ, ആദ്യം നീ പറഞ്ഞപ്പോ
നിന്റെ മരുമകളെ നിന്നേക്കാൾ കൂടുതൽ വെറുത്തത് ഞാനായിരുന്നു. പക്ഷേ കഥകളൊക്കെ കേട്ടപ്പോഴേ എന്തോ ആ കുട്ടിയോട് ഒരു വല്ലാത്ത സ്നേഹം എനിക്ക് തോന്നിപ്പോവുകയാ. ദേവയാനിക്കാണെങ്കിൽ സിതാരയുടെ ആ പറച്ചിൽ കേട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ ഇത് പറയാനാണോ എന്നെ വിളിച്ചത്? അപ്പൊ സിതാര പറയും, അതിനെക്കുറിച്ചല്ല ഞാനിപ്പോ പറയാൻ വരുന്നത്. ആ അനിയുടെ വൈഫില്ലേ, ആ കുട്ടിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ എനിക്ക് നിന്നോട് പറയാനുണ്ട്. ദേവയാനി അത് കേൾക്കുന്നതൊന്നും ഞെട്ടുന്നുണ്ട്. എന്താ, എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. ഏയ് അത് പ്രത്യേകിച്ചൊന്നുമല്ല. ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ നന്നായിട്ട് അന്വേഷിച്ച് തന്നെയല്ലേ ഈ വിവാഹം നടത്തിയത്? അതോ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് തന്നെ വിവാഹം മതിയെന്ന് വിചാരിച്ചിട്ടാണോ? ദേവയാനിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ആകെ മിഴിച്ചു നിൽക്കുകയാണ്, ഒന്നും മനസ്സിലാവാതെ. അപ്പോഴാണ് സിതാര കാര്യം വെട്ടിത്തുറന്ന് പറയുന്നത്. അനാമിക എന്ന് പറയുന്ന അവളുണ്ടല്ലോ, അവളുടെ അച്ഛനും കുടുംബവും ഒക്കെ എല്ലാവരും നല്ല ഒന്നാന്തരം ഫ്രോഡുകളാണ്. തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുന്നതാണ് ആ വേണുവിന്റെ പ്രധാന ജോലി. പക്ഷേ സിതാര ഇതൊക്കെ പറയുമ്പോഴും ദേവയാനിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ദേവയാനി സിതാരയെ എതിർത്ത് സംസാരിക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത്. പക്ഷെ സിതാരയാണെങ്കിൽ എല്ലാ തെളിവുകളോടും കൂടി തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അനാമികയെ പൊളിച്ചടുക്കുന്നുണ്ട് ശരിക്കും. പിന്നീട് അനാമികയുടെ ആ വീട്ടിലുള്ള നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവുന്ന നല്ല കിടിലൻ എപ്പിസോഡുകളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക്